ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് ഞാനുണ്ടല്ലോ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കാണിക്കണത്. അപ്പോൾ ഇന്ന് ഞാൻ മോക്ക് സ്കൂളിലേക്ക് ഈ അപ്പമാണ് കൊടുത്തിട്ടുള്ളത്. ഇതിന് നമ്മൾ മുട്ടസിറുക്കി എന്ന് പറയും, മുട്ടപ്പം എന്ന് പറയും, അതുപോലെ തന്നെ കണ്ണൂരപ്പം, അങ്ങനെ എന്തൊക്കെയോ പേരുണ്ട്. അപ്പോൾ കണ്ണൂരപ്പം ഇതെല്ലാം തോന്നിട്ടാ. കണ്ണൂരപ്പം വേറെ തന്നെ ഒരു തടിച്ചിട്ടുള്ള ഒരപ്പമാണ്. ഇനി മുട്ടസിറുക്കി, മുട്ടയപ്പം അങ്ങനെയാണ് പൊതുവേ പറയല്. അപ്പോൾ ഉമ്മയാണ് ഇത് ചുട്ടുകൊണ്ട് ഉണ്ടായിട്ടുണ്ടായത്. അപ്പോൾ ഉമ്മ എന്നോട് പറഞ്ഞ് ഉമ്മാക്കപ്പുറം അടുപ്പിൽ കത്തിക്കാൻ പോകാനുള്ളതുകൊണ്ട് എന്നോട് പറഞ്ഞ് നീ ഒന്ന് ഇത് ചുടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ഉസ്താദിൻ്റെ ചിലവാണ്, ഉസ്താദിന് ഫുഡ് കൊടുക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പം എല്ലാം കൂടെ രാവിലെ തന്നെ ആ ഒരു ബുദ്ധിമുട്ടാണ്, ഇപ്പോൾ ഇടയ്ക്ക് ചോറുണ്ടാക്കലും, അപ്പോൾ എല്ലാം കൂടെ ആവില്ല വിചാരിച്ചിട്ട് ഞാൻ ഉമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉമ്മ എന്നോടാണ് പറഞ്ഞത് നമുക്ക് എന്തായാലും മൂക്കിന്ന് സ്കൂളിലേക്ക് ഇതന്നെ കൊടുക്കുക, ഇനി വേറെ ചോറുണ്ടാക്കുകയൊന്നും വേണ്ട, എന്തായാലും ചോറുണ്ടാക്കണമല്ലോ. അപ്പോൾ രാവിലെ തന്നെ എല്ലാവർക്കും ചോറാവുമൊന്നുമില്ല, അപ്പോൾ ഉസ്താദുമാർക്കും എല്ലാവർക്കും വേണമല്ലോ. അപ്പോൾ ഉമ്മ പറഞ്ഞ് നീ ഇത് തന്നെ കൊടുക്കോക്ക്, എന്നിട്ട് ഇന്നത്തെ ദിവസം ഇങ്ങനെ പോട്ടെ, നാളെ നമുക്ക് ചോറുണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞ്. അപ്പോൾ എനിക്കിത് ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നല്ല വൃത്തിക്കാണ്, ഇങ്ങനെ പൊങ്ങി വരുന്നതൊക്കെ കാണുമ്പോൾ നല്ല രസമാണിത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ ഇത് രണ്ടും. ഉമ്മക്ക് ഇത് ഭയങ്കര കറക്റ്റ് മെഷർമെൻറ്റ് വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ്. ഉമ്മ കപ്പളവിലാണ് ഉമ്മ ഉണ്ടാക്കല്. പക്ഷേ എൻ്റെ ഉമ്മ ഉണ്ടാക്കൽ കൈ കണക്കാണ്. ഉമ്മക്ക് അതൊരു കൈ കണക്കിലാണ് അരിയൊക്കെ സെറ്റാക്കിയിട്ട് ചോറും അരിയൊക്കെ അങ്ങനെ ബാലൻസ് ആക്കിയിട്ടാണ് എൻ്റെ ഉമ്മ ഉണ്ടാക്കൽ. എടുത്തുമ്മ പണ്ടൊക്കെ ഇത് ലെവലാവാത്തതുകൊണ്ട് ഇങ്ങനെ ഓരോരോ പ്രാവശ്യം ട്രൈ ചെയ്തിട്ടാണ് ഇപ്പോൾ ഒരു മെഷർമെൻറ്റ് കറക്റ്റാക്കി കിട്ടിയത്. അപ്പോൾ ആ ഒരു രീതി തന്നെയാണ് ഉമ്മ ഇപ്പോഴും ഫോളോ ചെയ്ത് പോണത്. അപ്പം ആ ഒരു അരിയൊക്കെ നല്ല തിക്കായതുകൊണ്ടാണ് ഇത്രയും ഷേപ്പിൽ കിട്ടൽ. അപ്പോൾ ഞാൻ ഇങ്ങനെ നല്ല ഷേപ്പിൽ കിട്ടുമെന്ന് പറയുമ്പോൾ പറയാറുണ്ട്, എന്താ നമ്മളതൊന്നും ഇങ്ങനെ ഷേപ്പിൽ കിട്ടലില്ല എന്ന് പറയാറുണ്ട്. അപ്പം ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് എനിക്കിത് ഉണ്ടാക്കുമ്പോൾ നല്ല ഷേപ്പായിട്ട് തന്നെ കിട്ടാറുണ്ട്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ മുട്ടപ്പത്തിൻ്റെ ടിപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉമ്മ എന്നോട് പറയൽ എന്താ വെച്ചാൽ ഒഴിക്കുന്ന സമയത്ത് മീഡിയം ആക്കാൻ, അതായത് ഫ്ലെയിം മീഡിയം ആക്കി വെക്കാൻ, എന്നിട്ട് നമ്മൾ ഈ അരി ഒഴിച്ചതിന് ശേഷം പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഹൈ ഫ്ലെയിം തന്നെ ആക്കി കൊടുക്കാൻ. അപ്പോൾ ആ ഹൈ ഫ്ലെയിം എന്താക്കാൻ കുറച്ച് സമയം വെന്ത് പിന്നെ നമ്മൾ അതൊന്ന് തിരിച്ചിട്ട് കൊടുത്തതിന് പിന്നെ നമ്മൾ മീഡിയം ഫ്ലെയിം ആക്കി കൊടുക്കണം. പിന്നെ ഹൈ ഫ്ലെയിം ആക്കരുത്, അത് ഒഴിച്ചതിന് ശേഷം മാത്രം ഹൈ ഫ്ലെയിം ആക്കി കൊടുത്താൽ മതി എന്നാണ്. ഇതാണ് ഉമ്മാൻ്റെ ടിപ്പ്. ഇങ്ങനെയാണ് ഞാൻ ഇതുണ്ടാക്കുമ്പോൾ ഉമ്മ പറഞ്ഞതുപോലെ അങ്ങനെയാണ് ചെയ്യൽ. അപ്പം ഇത് ഇവിടുന്ന് ആവുന്നതിൻ്റെ ഇടയിൽ ഉമ്മത വലിയ കുടുക്കയിൽ ചോറ് ആക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. കാരണം ഉസ്താദിനും കൂടെ വേണമല്ലോ. അപ്പോൾ 5 ആൾക്കാർ അവരതുണ്ട്. അപ്പം 5 ആൾക്കാരല്ല 3 ആൾക്കാർ അവരതുണ്ട്. അങ്ങനെ പിന്നെ ഞാൻ മോക്ക് വേണ്ടിയിട്ടില്ലേ ലഞ്ചൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കലാണ്. അപ്പോൾ രാവിലെ തന്നെ എന്താ പറയുക, ചോറ് കൊടുക്കുന്നത് ഒരു പണിയാണ്. ചോറ് കറി വറവ് ഒക്കെ ഉണ്ടാക്കണമല്ലോ. അപ്പോൾ പിന്നെ ഞാൻ ഇന്ന് ഈ അപ്പം കൊടുത്തുകൊണ്ട് മൂപ്പർക്ക് നല്ലോണം ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. എന്നോട് പറഞ്ഞു ഉമ്മ നല്ല രസമുണ്ട് ഉമ്മ, നല്ല സുഖമുണ്ട് തിന്നാൻ വേണ്ടിയിട്ട്, കുറേ സമയം എടുക്കുന്നില്ല, വേഗം തിന്നാൻ പറ്റുന്നുണ്ട്. അപ്പോൾ പിന്നെ എനിക്ക് ഇനി മുതൽ അപ്പം തന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്താക്കി, ഒരു ദിവസമൊക്കെ ഈ അപ്പം ഉണ്ടാക്കിയത് പിറ്റേ ദിവസം വീണ്ടും ഞാൻ നോക്ക് പത്തലുണ്ടാക്കി കൊടുത്ത്. പക്ഷേ പത്തലുണ്ടാക്കുന്നതിനോട് എനിക്കൊരു താല്പര്യമില്ല. കാരണം പത്തൽ ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ അവിടെ തന്നെ നിൽക്കണമല്ലോ. അപ്പോൾ ഈ ചോറുണ്ടാക്കുന്ന സമയത്താണെങ്കിൽ ചോറാടെ അരിയിട്ട് അത് അവിടെ നിന്ന് ആയിക്കോളും. അതുപോലെ തന്നെ കറിയും നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണമെന്നേ ഉള്ളൂ. കുക്കറിലൊക്കെ ആക്കുന്നതാണെങ്കിലും അതും അവിടെ നിന്ന് ആയിക്കോളും. പിന്നെ വറവ് കട്ട് ചെയ്യുന്നത് പിന്നെ അത് വറവ് അടുപ്പത്താക്കി അതും അവിടെ നിന്ന് ആയിക്കോളും. പത്തൽ അങ്ങനെയല്ലല്ലോ. നമ്മൾ പത്തൽ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്കൊന്ന് മാറി നിൽക്കാനുള്ള സമയം കിട്ടില്ല. അതിങ്ങനെ തിരിച്ചിട്ടെടുക്കണം, മറിച്ചിട്ടെടുക്കണം, അതുപോലെ തന്നെ പരത്തിയിടണം. അങ്ങനെയൊക്കെ ആയതുകൊണ്ട് എനിക്ക് പത്തൽ ഉണ്ടാക്കുന്നതിനോട് വലിയ താല്പര്യം തോന്നിയിട്ടില്ല. പിന്നെ ഓക്കാണെങ്കിൽ നിർബന്ധമായി പത്തൽ തന്നെ അല്ലെങ്കിൽ അപ്പം എന്തെങ്കിലും തന്നാൽ മതിയുമ്പോൾ എനിക്കിത് ചോറ് വേണ്ട, ചോറ് കഴിക്കാൻ ഭയങ്കര മടിയാണ് നോക്ക്. അപ്പോൾ പിന്നെ ഞാൻ മെയിനായിട്ട് ചോറ് ഉണ്ടാക്കി കൊടുക്കണത് തന്നെ ആ ഒരു ചോറ് വൃത്തിക്ക് വയറ്റിലെത്തിക്കോട്ട് വിചാരിച്ചിട്ടാണ്. ഇവിടെ നിന്നൊക്കെ ആകുമ്പോഴേ ഇങ്ങനെ തിന്നാൻ വേണ്ടിയിട്ട് വല്ലാണ്ട് മടി കാണിക്കുമ്പോൾ ഭയങ്കര സങ്കടം വരും നമുക്ക്. അപ്പോൾ ഉമ്മ എന്നോട് പറഞ്ഞ് നീ എന്താക്ക് ഓക്ക് രാവിലെ ഉണ്ടാക്കുന്ന നാസ്ത കൊടുത്തിട്ട് വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാം രാത്രിക്കേക്ക് ഓക്ക് ചോറ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടായിരുന്നു ഉണ്ടായത്. അങ്ങനെ പിന്നെ ഞാൻ 2 ദിവസം അങ്ങനെ നാസ്ത എന്താണ് ഉണ്ടാക്കിയത് അത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ രാവിലെ തന്നെ ചോറും കറിയൊക്കെ ഉണ്ടാക്കുന്നത് മെയിനായിട്ടില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആ പരിപാടി അവിടെ തീർന്നല്ലോ. രാവിലെ തന്നെ നമ്മൾ ഏത് പണിയും രാവിലെ തന്നെ തീർത്ത് കഴിഞ്ഞാൽ വലിയൊരു സമാധാനം, നമുക്കൊരു പണി ഇല്ലാത്ത പോലെ ഫീൽ ചെയ്യും. അപ്പോൾ രാവിലെ ശനി ഞായറൊക്കെ ഞാൻ 9 മണിക്കുള്ളിൽ തന്നെ അടിച്ചു വാരി തുടക്കമൊക്കെ ചെയ്യണമെന്ന് ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്ക് ബാക്കി കുറേ സമയം കിട്ടുന്ന പോലെ ഫീൽ ചെയ്യും. അപ്പോൾ രാവിലെ തന്നെ ഈ ചോറും കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറേ സമയം കിട്ടുന്നത് പോലെ തോന്നും. അതുകൊണ്ടാണ് മെയിനായിട്ട് ഞാൻ പറയും ഉമ്മയാണ് ബാക്കിയുള്ള സമയത്തൊക്കെ രാവിലെ അല്ലെങ്കിൽ
ബാക്കിയുള്ള സമയത്തൊക്കെ ഉമ്മയാണ് ഉണ്ടാക്കൽ. അപ്പോൾ രാവിലെ ഉണ്ടാക്കുന്ന സമയത്തായിരിക്കും ഞാൻ ഉണ്ടാക്കൽ, അല്ലെങ്കിൽ ഉമ്മ ഉണ്ടാക്കും. ഇപ്പോൾ പിന്നെ ഉമ്മയാണെങ്കിൽ ആരാണെങ്കിലും രാവിലെ തന്നെ അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ആയിരിക്കും ഒരു സമാധാനമായല്ലോ. പിന്നെ ചോറെല്ലാം ഉണ്ടാക്കണ്ടോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് രാവിലെ ഞാൻ എന്താ പറയുക വറവും കറിയൊക്കെ ഉണ്ടാക്കും. പിന്നെ മോക്ക് ചോറുണ്ടെങ്കിൽ അത് തിളപ്പിക്കുന്ന ദിവസം ഉമ്മ ചോറുണ്ടാക്കും, ഉമ്മക്ക് അത് മാത്രമല്ലേ ഉണ്ടാക്കണ്ടോ വിചാരിച്ചിട്ട്. അപ്പം നല്ല രസമാണ് എനിക്ക് രാവിലെ തന്നെ ഇങ്ങനെ ഓരോ പണിയും ചെയ്ത് തീർന്ന വലിയൊരു സമാധാനമാണ്. അങ്ങനെ ഇതൊക്കെയാണ് ഞാൻ ഇന്ന് മോക്ക് കൊടുത്തിട്ടുള്ളത്. സ്നാക്സിന് ഞാൻ സവർജിലായിരുന്നു കൊടുത്തിട്ടുണ്ടായത്. അപ്പോൾ ഇത് മോളെ കഴിഞ്ഞ വർഷത്തെ കിറ്റായിരുന്നു കേട്ടോ. അപ്പം കഴിഞ്ഞ വർഷം കിറ്റിൻ്റെ ഒന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് അത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഈ വർഷം എനിക്ക് അതുകൊണ്ട് വലിയ ഉപകാരമായി. കാരണം ഒന്നിൻ്റെ അകത്ത് ചില ദിവസങ്ങളിൽ കറിയൊക്കെ മറിച്ചിട്ട് കൊണ്ടുവരും. അപ്പോൾ പിന്നെ ഇത് നമുക്ക് ഒന്നുണ്ടായി കഴിഞ്ഞാൽ ഒന്നലക്കിയിടുമ്പോൾ പിന്നെ അത് ഉപയോഗിക്കാമല്ലോ. അപ്പോൾ പിന്നെ ബാഗും അതുപോലെ തന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ബാഗ് കുറച്ച് മോശമായിട്ടുണ്ടായിരുന്നു, എന്നാലും ഞാൻ കൊടുക്കാനുണ്ട്, പ്രശ്നമില്ല. അപ്പം അതുകൊണ്ട് തന്നെ അത് 2 സാധനങ്ങളോട് ഇല്ലോണ്ട് വലിയ സമാധാനമാണ്. അങ്ങനെ എല്ലാം റെഡിയായി. ഇനിയിപ്പോൾ മോള് സ്കൂളിലേക്ക് പോക്കാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അതായിരിക്കും. ബൈ ഓൾ.